ബാബറി മസ്ജിദ് വിഷയം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരിച്ച NCERT മേധാവി ദിനേശ് പ്രസാദ് സക്ലാനി വിദ്വേഷവും ആക്രമവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല, പാഠപുസ്തകങ്ങൾ അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് എന്നും വിശദീകരണം. പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമല്ല നടക്കുന്നതെന്നും ദിനേശ് പ്രസാദ് സക്ലാനി പ്രതികരിച്ചു. കഴിഞ്ഞയാഴ്ച NCERT വിപണിയിലെത്തിച്ച പാഠപുസ്തകത്തിലാണ് ബാബറി മസ്ജിദിനെ 3 മിനാരങ്ങളുള്ള പള്ളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട ഭാഗവും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കലാപത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് പൗരന്മാരിൽ മോശം സ്വാധീനമായിരിക്കും ചെലുത്തുക. അക്രമാസക്തരും വിഷാദ രോഗികളുമായ വ്യക്തികളെ ഇവ സൃഷ്ടിക്കുമെന്നും NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി അഭിപ്രായപ്പെട്ടു. പോസിറ്റീവ് പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സക്ലാനി പ്രതികരിച്ചു. കാലഹരണപ്പെട്ട എന്താണെങ്കിലും തിരുത്തണം, അത് കാവ്യവൽക്കരണമായി താൻ കാണുന്നില്ലെന്നും സക്ലാനി ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളെ വസ്തുതാപരമായ അറിവുകളോടെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സക്ലാനി കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രഥയാത്ര, ബാബറി പള്ളി തകർത്തതിലെ കർസേവകരോടുള്ള പങ്ക്, 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ ഉണ്ടായ വർഗീയ കലാപം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്, അയോധ്യയിൽ നടന്ന സംഭവങ്ങളിൽ BJP നടത്തിയ ഖേദപ്രകടനം തുടങ്ങിയ വിവരങ്ങളും പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.